ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പവർ ക്യാപ്സ്യൂളിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പ് അടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നന്നായി പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് മുമ്പ് എടുത്ത ഓരോ ക്ലാസ്സുകളും കണ്ടു തീർക്കുക. തീർച്ചയായും നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആവും. അപ്പോൾ ക്ലാസ്സുകൾ മിസ്സാക്കരുത്. പിന്നെ പോരാത്തതിന് നമ്മൾ ക്ലാസ്സുകൾ കഴിയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ റിവിഷൻ ചെയ്യണം. ക്ലാസ്സുകൾ കണ്ടു നിർത്താൻ മാത്രം പോരാ, അല്ലെങ്കിൽ നോട്ട് എഴുതി വെച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ PDF നോക്കി പഠിച്ചാൽ മാത്രം പോരാ. ഈ പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും റിവിഷനായി മാറ്റി വെക്കുക. റിവിഷന് കുറവ് വരരുത്. അതായത് നിങ്ങൾക്ക് ഒറ്റ തവണയാണ് ഈ എക്സാം എഴുതാൻ ചാൻസ് ഉണ്ടാവുക. അതായത് നിങ്ങൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം ഈ ഒരു തവണ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ ഈ എക്സാം അല്ല, അടുത്ത എക്സാമാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഈ എക്സാം പിന്നെ നിങ്ങൾക്ക് വേറൊരു ചാൻസ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ റിസ്ക് എടുക്കരുത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യുക. റിവിഷന് നിങ്ങൾക്ക് കുറവുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ തെറ്റിച്ചു പോകും. ഓക്കെ, അപ്പോൾ തെറ്റിക്കരുത്. നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കി വെക്കുക. ഓക്കെ, പഠിച്ച ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കണം. ആ ഭാഗം ഞാൻ നോക്കിയിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും ആൻസർ ചെയ്യാൻ പറ്റുന്ന, മേ ബി ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും, അങ്ങനെ ഒരു ഉറപ്പൊന്നും പോരാ. ഉറപ്പ് വേണം. അതായത് എന്തായാലും ഈ ഭാഗത്ത് നിന്ന് എന്തൊരു ചോദ്യം വന്നാലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് വേണം. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ക്ഷേത്രപ്രവേശന വിളംബരം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ക്ഷേത്രപ്രവേശന വിളംബരം നമ്മൾ ഹിസ്റ്ററിയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ വർഷങ്ങളിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. എപ്പോഴാണ്? 1936 ക്ഷേത്രപ്രവേശന വിളംബരം. പലർക്കും ഡൗട്ട് ഉണ്ട്, 36 46 മാറി പോകുന്നുണ്ട്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം. ഇതുമായി ബന്ധപ്പെട്ടാണ് 37 ഗാന്ധിജി എന്ത് ചെയ്തത്? ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. ഓക്കെ, പിന്നെ വരുന്നത് 1946 1946 എന്താണ്? പുന്നപ്ര വയലാർ സമരമാണ് കേട്ടോ. ഈ 46 36 പലർക്കും ഡൗട്ട് വരുന്നുണ്ട്. 36 എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ മഹാത്മാഗാന്ധി എന്തോ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആധുനിക തിരുവിതാംകൂറിന്റെ എന്തോ ഒന്ന് അറിയപ്പെടുന്നുണ്ട്. ഈ രണ്ടും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്, രണ്ട് വിശേഷണങ്ങൾ. ഒന്ന്, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ഈ ക്ഷേത്രപ്രവേശന വിളംബരമാണ്. എന്താണ്? ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അവിടെയും ഒരു ഡൗട്ട് ഉണ്ട്. എന്താണ്? പണ്ടാരപ്പാട്ട് വിളംബരം അല്ലേ ചോദിക്കുന്നുണ്ട്. പണ്ടാരപ്പാട്ട് വിളംബരം എന്താണ്? കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതാണ് പണ്ടാരപ്പാട്ട് വിളംബരം. ഓക്കെ, കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട് വിളംബരം. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? അത് ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പോ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതും രണ്ടും എന്താണ്? രണ്ടും ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഓക്കെ, അപ്പോ ഈ കാര്യം ക്ലിയർ ആവണം. ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരെന്നും ചോദ്യം വരാറുണ്ട്. ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് കേട്ടോ. മഹാത്മാഗാന്ധിയാണ് ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഓക്കെ, ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? അത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. അതുപോലെ തന്നെ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും ക്ഷേത്രപ്രവേശന വിളംബരമാണ്. കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് പണ്ടാരപ്പാട്ട് വിളംബരമാണ്. കർഷക രോഗം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് എലിപ്പനിയാണ് കേട്ടോ. എലിപ്പനിയാണ് കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത്. കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. ലെപ്റ്റോസ്പൈറ ചോദ്യം വരും. ഏത് ബാക്ടീരിയ മൂലമാണെന്നല്ലേ? ലെപ്റ്റോസ്പൈറ ആണ്. അപ്പൊ അതും പഠിച്ചു വെക്കുക. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണെന്നുള്ളതും പഠിച്ചു വെക്കണം.
നമ്മൾ എപ്പോഴും ബാക്ടീരിയ, വൈറസ്, ഫംഗസ് രോഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞു തരുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്നതിൽ വൈറസ് രോഗം അല്ലാത്തത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്, അവിടെ ഇയാൾ ഉണ്ടോ ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് എലിപ്പനി, നമുക്കറിയാം ഒരുവിധം എല്ലാ പക്ഷിപ്പനി, പന്നിപ്പനി, അങ്ങനെ കുരങ്ങുപനി, അങ്ങനെ ഒരുവിധം എല്ലാ പനികളും ഏതിൽ പെടുന്നതാണ്? അതൊക്കെ വൈറസ് രോഗങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ഒരു പനി മാത്രം ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഏതാണ്? ബാക്ടീരിയ രോഗമായിട്ടിരിക്കുന്നത് ഏതാണ്? എലിപ്പനിയാണ്. ഈ എലിപ്പനിയാണ് എന്തറിയപ്പെടുന്നത്? കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? എലിപ്പനിയാണ്. ലെപ്റ്റോസ്പൈറ, ബാക്ടീരിയയുടെ പേര് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്ടീരിയ രോഗമാണെന്നുള്ള അറിഞ്ഞു വെക്കുക. ഓക്കെ, നമ്മൾ അതിന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതായത് രോഗങ്ങൾ, രോഗകാരികൾ എന്നൊരു ക്ലാസ് നമ്മൾ യൂട്യൂബിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. അതിൽ നമുക്ക് രണ്ടിന്റെയും കോഡ് വെച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ബാക്ടീരിയ രോഗങ്ങളായാലും വൈറസ് രോഗങ്ങളായാലും, DYSPക്ക് ജലദോഷം, മച്ചമ്പിക്ക് റുബല്ലയും ജപ്പാൻ ജ്വരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കോഡ് വൈറസ് രോഗങ്ങൾക്കും, പിന്നെ വിപിൻ KKD എയ്സ് കോളേജിൽ TTC എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, വിപിൻ കോഴിക്കോട് എയ്സ് കോളേജിലാണ് TTC പഠിച്ചതെന്നുള്ളൊരു കോഡ് ബാക്ടീരിയ രോഗങ്ങൾക്കും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ മിസ്സാക്കരുത്, അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഭാഗങ്ങളാണ്. താഴെ തന്നിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗത്തിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ വൈറസ് രോഗത്തിൽ പെടാത്തത് ഏതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ അത് പഠിച്ചു വെക്കുക. കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് എലിപ്പനിയാണ് കേട്ടോ. എലിപ്പനിയാണ് കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. എയ്ഡ്സ് ആണ് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത്. ഡിസംബർ 1 എയ്ഡ്സ് ദിനം. ഡിസംബർ 1 എയ്ഡ്സ് ദിനം. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാണ്. മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ഡിസംബർ 10 അപ്പൊ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. ഡിസംബർ 10, ഡിസംബർ 1 എയ്ഡ്സ് ദിനമാണ്. ഫെബ്രുവരി 4 എന്താണ്? ഫെബ്രുവരി 4 എന്താണ്? ഫെബ്രുവരി 4 ക്യാൻസർ ദിനമാണ്. ഫെബ്രുവരി 2 എന്താണ്? തണ്ണീർത്തട ദിനമാണ് അല്ലെ. തണ്ണീർത്തട ദിനം ചോദ്യം വരാറുണ്ട്. രണ്ടും ചോദ്യം വരും, എന്നാലും പഠിച്ചു വെച്ചോ. തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം. തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ഓക്കെ, അപ്പൊ സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ചോദ്യം വരാറുണ്ട്. അതൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്താണ് അല്ലെ. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഡെങ്കിപ്പനി. ബ്രേക്ക് ബോൺ ഫീവർ ഡെങ്കിപ്പനി. സ്ലിം ഡിസീസ് ആണെങ്കിൽ അത് എയ്ഡ്സ് ആണ്. പിന്നെ കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? കർഷകരുടെ രോഗം. കർഷകരുടെ രോഗം എന്നാലോചിച്ചു. ഇപ്പൊ നമ്മൾ പഠിച്ചു എലിപ്പനിയാണ് കർഷകരുടെ രോഗം. അപ്പൊ നാൽക്കാലി രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് എന്നെ പശു കുത്താൻ വന്നത്. അപ്പൊ നാൽക്കാലി രോഗം എന്നറിയപ്പെടുന്നത് ആന്ത്രാക്സ് ആണ് കേട്ടോ. അപ്പൊ ആ ഷോർട്സ് കണ്ടിട്ടില്ലേ, ഒന്ന് പോയി കാണാം. അപ്പൊ ആ പശു എന്നെ കുത്താൻ വരുന്നത് കണ്ടിട്ടെങ്കിലും മേ ബി നിങ്ങൾ പഠിച്ചാലോ. ഓക്കെ, അപ്പോൾ ആന്ത്രാക്സ് ആണ് എന്തറിയപ്പെടുന്നത്? നാൽക്കാലി രോഗം എന്നറിയപ്പെടുന്നത്. നാൽക്കാലി രോഗം എന്നറിയപ്പെടുന്നത് ആന്ത്രാക്സ് ആണ്. പിന്നെ കറുത്ത മരണം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് പ്ലേഗ് ആണ് അല്ലെ. കറുത്ത മരണം, ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്. പ്ലേഗ് ആണ് കറുത്ത മരണം എന്നറിയപ്പെടുന്നത്. അപ്പൊ ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നീല മരണം എന്നറിയപ്പെടുന്നത് ഏതാണ്? കോളറ. കോളർ വെച്ച് കണക്ട് ചെയ്യുക. കോളറും ഉജാലയൊക്കെ വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നീല കളർ ഉജാലയിൽ ഇട്ടിട്ട് വെള്ള ഷർട്ട് കഴിഞ്ഞപ്പോൾ അതെന്തായി? നീല കളറായി അല്ലെ. അതിന്റെ കോളറിന്റെ അവിടെയൊക്കെ നീല കളറായി. ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്. അതായത് നീല കളറാണല്ലോ ഉജാലയിലിട്ട് ഷർട്ട് കഴുകിയപ്പോൾ കോളറിന്റെ അവിടെയൊക്കെ നീല കളറായി എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ കോളറയാണ് നീലമരണം അഥവാ ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത്. അപ്പൊ അതും പഠിച്ചു വെക്കണം. നീലമരണം അഥവാ ബ്ലൂ ഡെത്ത് ആണ് കോളറ. സ്ലിം ഡിസീസ് അറിഞ്ഞു വെച്ചോ, അതേതാണ്? എയ്ഡ്സ് ആണ്. എയ്ഡ്സ് ആണ് സ്ലിം ഡിസീസ്. HIV വൈറസ് ആണ് അല്ലെ, നമുക്കറിയാം. HIV വൈറസ് ആണ് എയ്ഡ്സ്. HIV വൈറസ് ആണ്. എയ്ഡ്സ് ദിനം പഠിച്ചു വെക്കണം. ഡിസംബർ 1. മനുഷ്യാവകാശ ദിനം എന്തായാലും പഠിച്ചു വെക്കണം, ഡിസംബർ 10. പിന്നെ തണ്ണീർത്തട ദിനവും എന്തായാലും പഠിച്ചു വെക്കണം, ഫെബ്രുവരി 2. ഫെബ്രുവരി 4 ക്യാൻസർ ദിനമാണ്. അപ്പൊ എന്നാണ് ലോകാരോഗ്യ ദിനം? ഏപ്രിൽ 7 കേട്ടോ. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം. ഈ ഹീമോഫീലിയ ഏപ്രിൽ 17 കേട്ടോ. ഹീമോഫീലിയ ദിനം 7. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം. ഇതെന്താണ്? ഈ രോഗങ്ങളുടെ രാജാവ് എന്നാണ്, അല്ല, രാജകീയ രോഗം എന്നാണ് അറിയപ്പെടുന്നത്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്, അതും ഡൗട്ട് വരുന്നതാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയരോഗമാണ് കേട്ടോ. എന്താണ്? രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയവും, രാജകീയ രോഗം അല്ലെങ്കിൽ ക്രിസ്മസ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഹീമോഫീലിയമാണ്. ഓക്കെ, ഹീമോഫീലിയ ഡേ ആണ് ഏപ്രിൽ 17. ഏപ്രിൽ 7 എന്താണ്? ലോകാരോഗ്യ ദിനമാണ്. ലോകാരോഗ്യ ദിനമാണ് ഏപ്രിൽ 7. ഏപ്രിൽ 17 എന്താണ്? ഹീമോഫീലിയ ഡേ ആണ്. ഹീമോഫീലിയ എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? രാജകീയ രോഗം എന്നും ക്രിസ്മസ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഹീമോഫീലിയ ആണ്.
പിന്നെ ക്ഷയം എന്താണ്? രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് ക്ഷയരോഗം. കൺഫ്യൂഷൻ അല്ലല്ലോ? ഇപ്പൊ പഠിച്ചതൊക്കെ ഒന്ന് ഓർത്തു നോക്കൂ. ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. നാൽക്കാലി രോഗം എന്നറിയപ്പെടുന്നത് ആന്ത്രാക്സ് ആണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്. നീലമരണം അഥവാ ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത് കോളറയാണ്. രോഗങ്ങളുടെ രാജാവ് ക്ഷയമാണ്. രാജകീയ രോഗം ഹീമോഫീലിയാണ്. പിന്നെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞാൽ സ്ലിം ഡിസീസ് എയ്ഡ്സ് ആണ്. സ്ലിം ഡിസീസ് എയ്ഡ്സ് ആണ്. പിന്നെ നാവികരുടെ പ്ലേഗ്, അതും എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്ന നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതെന്ന് ചോദ്യം വരാറുണ്ട്. ഏതാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. സ്കർവിയാണ് നാവികരുടെ പ്ലേഗ്. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. സ്കർവിയാണ് വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം. അപ്പൊ ക്ഷേത്ര പ്രവേശന വിളംബരം നമുക്ക് നോക്കാം. ബാക്കിയൊക്കെ ഇങ്ങനെ ഒന്ന് റിവിഷൻ ചെയ്തു പോകട്ടോ. മനസ്സിലെപ്പോഴും ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്ത് റിവിഷൻ ചെയ്തു പോവാ. ഓക്കെ, അപ്പൊ ക്ഷേത്ര പ്രവേശന വിളംബരം നമ്മൾ പറഞ്ഞു 1936 അതിൽ ഡേറ്റ് കൂടെ ഒന്ന് പഠിച്ചു വെച്ചോ. നവംബർ 12 നോക്കാം. പുറപ്പെടുവിച്ചത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് എന്ത് പുറപ്പെടുവിച്ചത്? ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അതായത് അവസാന തിരുവിതാംകൂർ രാജാവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ്? മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെ. അപ്പൊ ആദ്യത്തേത് അതാണ്. അല്ലെങ്കിൽ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, അപ്പൊ നടന്നത് എപ്പോഴാണ്? 1936 നവംബർ 12. ഈ ഡേറ്റ് എന്തായാലും പഠിച്ചു വെക്കണേ. 1936 നവംബർ 12. 1936 നവംബർ 12 എന്ത് നടന്നത്? 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. ഓക്കെ, ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആരാണ്? സർ സി പി ആണല്ലേ? സി പി രാമസ്വാമി അയ്യർ ആണ്. സി പി രാമസ്വാമി അയ്യർ. സി പി രാമസ്വാമി അയ്യർ. സി പി രാമസ്വാമി അയ്യർ. ഈ സി പിക്ക് എതിരായിട്ടാണ് എന്ത് നടന്നത്? പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യത്തോടെ അല്ലെ അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ കൊണ്ടുവരാൻ നോക്കിയതാണ്. ഓക്കെ, അപ്പൊ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യത്തോടെ നടന്നതാണ് പുന്നപ്ര വയലാർ സമരം. അത് 1946 ഓക്കെ, അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി അയ്യറാണ്. ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കേട്ടോ. ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി എന്തിനാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ക്ഷേത്രപ്രവേശന വിളംബരം. അല്ലെങ്കിൽ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ്. റിപ്പീറ്റ് ചെയ്യണേ. ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി എന്തിനാണ് വിശേഷിപ്പിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരം. ഇനി ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് ഗാന്ധിജി. ഓക്കെ, ക്ലിയർ. തിരിച്ചും മറിച്ചും ചോദിച്ചാലും ആൻസർ കിട്ടണം. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതും രണ്ടും ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി. ഇതും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ് കേട്ടോ. സി രാജഗോപാലാചാരി. ഈ രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണ്? അത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് അല്ലെ. രക്തരഹിത വിപ്ലവം, മതപരമായ വിപ്ലവം, പ്യൂരിറ്റൈൻ വിപ്ലവം, കൊട്ടാര വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് രക്തരഹിത വിപ്ലവം, കൊട്ടാര വിപ്ലവം, മതപരമായ വിപ്ലവം, പ്യൂരിറ്റൈൻ വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാര്യാണ്. ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഓക്കെ, അടുത്തത് നോക്കാം.
ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്, അതും പഠിച്ചു വെച്ചോ. ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ടോ വരും. ചിലപ്പോൾ പലരും നോട്ട് ചെയ്യാതെ പോകുന്ന ഒരു ഭാഗമാവും. എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്? ആരാണ്? ഉള്ളൂരാണ് കേട്ടോ. ഉള്ളൂരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂരാണ് കേട്ടോ. മലബാർ ക്ഷേത്രപ്രവേശന ബിൽ പ്രസിദ്ധീകരിച്ച വർഷം 1938 ഓഗസ്റ്റ് 30-നാണ്. 1938 ഓഗസ്റ്റ് 30. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2. 1947 ജൂൺ 2-നാണ് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. 1947 ജൂൺ 2-നാണ്. 1947 ജൂൺ 2. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇതൊന്ന് പഠിച്ചു വെച്ചോ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂരാണ് കേട്ടോ. ഉള്ളൂരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ ചോദ്യം വന്ന ഉള്ളൂരാണ്. മലബാർ ക്ഷേത്രപ്രവേശന ബിൽ പ്രസിദ്ധീകരിച്ച വർഷം 1938 ഓഗസ്റ്റ് 20-നാണ്. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2. ഇനി ഐസോടോപ്പുകൾ എന്നുള്ള ഭാഗം നമുക്ക് നോക്കാം. ഐസോടോപ്പുകൾ. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ ഉള്ള മൂലകം ഏതാണ്? ടിന്നാണ് കേട്ടോ. ടിന്നാണ് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ ഉള്ള മൂലകം. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ ഉള്ള മൂലകമാണ് ഏത്? ടിന്ന്. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ ഉള്ള മൂലകം ഏതാണ്? ടിന്നാണ്. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ ഉള്ള മൂലകമാണ് ടിന്ന്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. പ്രോട്ടിയം, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്തൊക്കെ പഠിച്ചു വെക്കണേ. പ്രോട്ടിയം. ഓക്കെ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. പ്രോട്ടിയം. ഓക്കെ, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ഡ്യൂറ്റീരിയം. ഓക്കെ, ഡ്യൂറ്റീരിയം. ഡ്യൂറ്റീരിയം ആണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ്. ഓക്കെ, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ഡ്യൂറ്റീരിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. പിന്നെ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ഏത്? ഡ്യൂറ്റീരിയം. ഏതാണ്? ഡ്യൂറ്റീരിയം. ഡ്യൂറ്റീരിയം. ഓക്കെ, ഇനി റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ട്രിഷിയം. റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ട്രിഷിയം. ഏതാണ്? ട്രിഷിയം. ട്രിഷിയം. കാർബന്റെ ഐസോടോപ്പുകൾ കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പാണ് കാർബൺ 14. ഓക്കെ, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏതാണ്? കാർബൺ 14 ആണ് കേട്ടോ. കാർബൺ 14. അപ്പോ റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? അത് ട്രിഷിയം. ഓക്കെ, പിന്നെ കാർബണിന്റെ ഐസോടോപ്പുകൾ കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏതാണ്? കാർബൺ 14 ആണ്. കാർബൺ 14. ക്യാൻസർ, ട്യൂമർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഐസോടോപ്പുകളാണ് അയഡിൻ 131, കൊബാൾട്ട് 60. അയഡിൻ 131, പിന്നെ കൊബാൾട്ട് 60. ഒന്നുകൂടെ, ക്യാൻസർ, ട്യൂമർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഐസോടോപ്പുകളാണ് അയഡിൻ 131, കൊബാൾട്ട് 60. കൊബാൾട്ട് 60. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസർ ഏതാണ്? ഫോസ്ഫറസ് 31. ഫോസ്ഫറസ് 31. ക്യാൻസർ, ട്യൂമർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഐസോടോപ്പുകളാണ് അയഡിൻ 131, അതുപോലെ തന്നെ കൊബാൾട്ട് 60. കൊബാൾട്ട് 60. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസർ ആണ് ഫോസ്ഫറസ് 31. ഫോസ്ഫറസ് 31. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസർ ആണ് ഫോസ്ഫറസ് 31. അനീമിയ ചികിത്സക്ക് ഏതാണ്? അയൺ 59. അയൺ 59. അനീമിയ ചികിത്സക്ക് അയൺ 59. ആണവ നിലയങ്ങളിലെ ഇന്ധനം യുറേനിയം 235. യുറേനിയം 235. ആണവ നിലയങ്ങളിലെ ഇന്ധനം ഏതാണ്? യുറേനിയം 235 ആണ്. യുറേനിയം 235 ആണ് ആണവ നിലയങ്ങളിലെ ഇന്ധനം. യുറേനിയം 235. അനീമിയ ചികിത്സ അയൺ 59. പിന്നെ സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസർ ഫോസ്ഫറസ് 31. ഫോസ്ഫറസ് 31. ക്യാൻസർ, ട്യൂമർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഐസോടോപ്പുകൾ അയഡിൻ 131, കൊബാൾട്ട് 60. കൊബാൾട്ട് 60. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി. 2 കാര്യങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തന്നത്, പലതും റിവിഷൻ ആയിട്ട് യൂസ് ചെയ്യുക, പലതും ചിലപ്പോൾ എക്സ്ട്രാ കാര്യങ്ങൾ അറിയാത്ത ഏതെങ്കിലും പോയിന്റ് ഞാൻ പറഞ്ഞതായിട്ട്
ആയിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഓരോ ക്ലാസ്സിലും ഇങ്ങനെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ പറഞ്ഞു തരുള്ളൂ. വാരി വലിച്ച് അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വെറുതെ എത്തിച്ചു തരില്ല. ഏറ്റവും ആവശ്യമായ കാര്യങ്ങളാണ് എത്തിച്ചു തരിക. അപ്പോൾ അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. എക്സ്ട്രാ പറയുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ലല്ലോ, എക്സ്ട്രാ വെറുതെ പറയുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞതിനെ വിട്ട് കളയരുത്. എക്സ്ട്രാ നിങ്ങൾക്ക് ഇതിന്റെ ഇടയിലും അത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. എക്സ്ട്രാ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ അതിന്റെ ഇടയിൽ പറഞ്ഞു മഹത്തായ വിപ്ലവം, രക്തരഹിത വിപ്ലവം. അപ്പോൾ ഇംഗ്ലണ്ടിലെ വിപ്ലവങ്ങളുടെ വിപ്ലവത്തിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയെന്ന് ഒരു സ്ഥലത്ത് എന്തായാലും മാർക്ക് ചെയ്ത് വെക്കണം. ഒരു വട്ടം കൂടെ പറഞ്ഞുതരാം. മഹത്തായ വിപ്ലവം എന്നും രക്തരഹിത വിപ്ലവം എന്നും മതപരമായ വിപ്ലവം എന്നും പ്യൂരിറ്റൻ വിപ്ലവം, കൊട്ടാര വിപ്ലവം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഇതൊക്കെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. ഓക്കെ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. ഓക്കെ, പിന്നെ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതാണെങ്കിൽ ഫ്രഞ്ച് വിപ്ലവമാണ്. ദേശീയതയുടെ ആവിർഭാവം എന്നറിയപ്പെടുന്നതും ഫ്രഞ്ച് വിപ്ലവമാണ്. അതും പഠിച്ചു വെക്കണം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. പിന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നത് അതിന്റെ മുദ്രാവാക്യമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആണെങ്കിൽ പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്നതാണ്. പിന്നെ ഭൂമി, ആഹാരം, സമാധാനം എന്നതാണ് റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം. അതുപോലെ തന്നെ നമ്മൾ പുന്നപ്ര വയലാർ സമരം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അപ്പോൾ പോയിട്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പോയി കറുപ്പിക്കരുത്. ഓക്കെ, അതും കൺഫ്യൂസിംഗ് ആയിട്ട് തരും. ഞാൻ പറയാറുണ്ട് ഓപ്ഷൻ എയിൽ കൊണ്ടേ കൊടുത്തിട്ടുണ്ടാവും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന്. അപ്പൊ അമേരിക്കൻ മോഡൽ വേഗം പോയിട്ട് അതിൽ കറുപ്പിക്കരുത്. ഒന്ന് ശ്രദ്ധിക്കുക. അമേരിക്കൻ മോഡൽ എന്നത് ഇവിടെയാണ് പറയുന്നത്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനത്തെ കൺഫ്യൂസിംഗ് ആയിട്ട് എങ്ങനെ കൺഫ്യൂസിംഗ് ആക്കും എന്നുള്ളതും പറ്റുന്ന അത്രയും മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഞാൻ നിർത്തുകയാണ്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് മറ്റൊരടുത്ത ക്ലാസ്സുമായിട്ട് വരാം. അടുത്ത പ്രത്യേക ടോപ്പിക്സുമായിട്ട് നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ കാണാം. ഇനി നമുക്ക് ക്ലാസ്സുകൾ പലതും വരാനുണ്ട്. പല എക്സാമുകളും അടുത്തെത്തിയതുകൊണ്ട് അതിൻ്റെയും ക്ലാസ്സസ് പോകാനുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സസ് ആയിട്ട് എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.